കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനായുള്ള നിർണായക നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരാനാണ് തീരുമാനം. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ യോഗം നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എല്ലാ MLA-മാരോടും രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങൾക്ക് യാത്രാ സൗകര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാമെന്ന കാര്യം നേതൃത്വം പരിഗണിക്കുന്നതായും സൂചനയുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായും തീരുമാനം ഇന്നുണ്ടാകുമെന്നും AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കു പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. അതേസമയം ഘടകകക്ഷികളുമായും മുതിർന്ന നേതാക്കളുമായും കൂടിയാലോചനകൾ തുടരുന്നുവെന്നാണ് വിവരം. AK ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി അന്തിമ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. 3 നേതാക്കളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സമവായ ഫോർമുലയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയെന്നാണ് ഡൽഹി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതിനാൽ തന്നെ 3 നേതാക്കളുടെയും അനുയായികൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇതിനിടെ ഡൽഹിയിൽ തുടരുന്ന KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ പിന്തുണ അറിയിപ്പ് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ലോബി 51 എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ സ്ഥാപിച്ച പോസ്റ്ററുകളിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോസ്റ്ററുകളിൽ KC വേണുഗോപാലിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്.